ശരി, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇത് സെമി ലിനൻ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ. അത് ബാറ്റിക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള 2 ഷെയ്ഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. നല്ലൊരു ഡാർക്ക് വൈൻ കളർ, നോർമൽ വൈനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആട്ടോ, കുറച്ച് മെറൂൺ ടോൺ വരുന്ന സൈസ്. നല്ല രസമുള്ള കളറാണ്. ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് വാഷ് ചെയ്യാവുള്ളൂ. ഫസ്റ്റ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്യണം കേട്ടോ. വലിയ പ്രശ്നമില്ല, എന്നാലും ഒരു ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഏത് മെറ്റീരിയലാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ എടുത്തിട്ട് വാഷ് ചെയ്തത് ചെറിയൊരു പോർഷൻ നമ്മുടെ ചുരിദാറിൻ്റെയോ ഇല്ലെങ്കിൽ ദുപ്പട്ടയുടെ ചെറിയൊരു പോർഷൻ എടുത്ത് ചുമ്മാ ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. കളറിൻ്റെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കളർ കാർഡ് മുക്കി വെക്കണം കേട്ടോ. ഇതിനെന്നല്ല എല്ലാ മെറ്റീരിയലും അതൊന്ന് നോക്കിയിട്ടേ അലക്കാവുള്ളൂ. അതിപ്പോൾ നമ്മൾ പറയാൻ പറ്റത്തില്ല, ചിലതിനൊക്കെ എക്സസ് ആയിട്ട് ഡൈ പിടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും മെറ്റീരിയലിൻ്റെ ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, എക്സസ് ഡൈ പിടിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചുമ്മാ ഒന്ന് അറ്റം ഒന്ന് കഴുകി നോക്കുക. അത് നമുക്ക് വലിയ നഷ്ടമില്ലല്ലോ. ഒന്ന് കഴുകി നോക്കുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കളർ കാർഡിന് സൊല്യൂഷൻ കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ അത് മേടിച്ചിട്ട് ഒന്ന് അരമണിക്കൂർ മുക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നോർമൽ വാഷ് ചെയ്യാം, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുരിദാർ പോകാതിരിക്കും, നമുക്ക് ആ ഒരു കുറേ നാളത്തിനോട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിനൊന്നല്ല, എല്ലാത്തിനും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വാഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏത് ഐറ്റം ആണെങ്കിലും പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഇത്ര ഡാർക്ക് കളർ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. ബോട്ടം കോട്ടൺ ഫാബ്രിക് ആണ്, സെയിം കളർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള വൈൻ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. നല്ല കളറും ആ ഒരു കളർ അത്ര ഡാർക്കിലായതുകൊണ്ടാണ് ഈ ഒരു ബാട്ടിക്കിന് അത്ര ഭംഗി വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഒത്തിരി കട്ടിയൊന്നും വരത്തില്ല, നല്ല തിന്നായിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ ഈ ഒരു മോഡലിൽ സ്റ്റാർച്ച് പിടിക്കുകയും ചെയ്യും. സ്റ്റാർച്ച് മുക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇതിന് ചെറുതായിട്ട് സ്റ്റാർച്ച് മുക്കിയാൽ വന്നേക്കുന്നത്, വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അത് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റാർച്ച് മുക്കി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊരു കട്ടി തോന്നിക്കും. ഇതിന്റെ നമ്പർ T351, റേറ്റ് 990 മാത്രമേ ഉള്ളൂ, 990. ഞാൻ പറഞ്ഞേ രണ്ടാമത്തെ ഷെയ്ഡും നല്ല രസമാണ്, നല്ലൊരു ബ്ലൂ കളർ. ഇതിന്റെ 2 ഷെയ്ഡ്സും കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഡാർക്ക് ആയിട്ടുള്ള 2 ഷെയ്ഡ്സ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള 2 കളർ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും സെയിം ഫാബ്രിക് തന്നെയാണ്, നമ്മളെ സെമി ലിനൻ ആണ് ഫാബ്രിക് വരുന്നത്. ദുപ്പട്ടയും സെയിം തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ടോപ്പിൽ സ്റ്റാർച്ച് മുക്കിയിട്ടില്ല, ദുപ്പട്ടയിൽ ചെറുതായിട്ട് സ്റ്റാർച്ച് മുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ സ്റ്റാർച്ച് കൂടുതൽ വേണമെങ്കിൽ, അങ്ങനെ വടി പോലെയൊക്കെ നിൽക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് മുക്കിയാൽ മതി, എന്നാലേ ഉള്ളൂ ആ ഒരു ചെറിയൊരു പിടുത്തം വരുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് T352, റേറ്റ് 990 മാത്രമേ ഉള്ളൂ, 990.